ഇവർ ബിസ്ക്കറ്റൊക്കെ കഴിച്ചിട്ട് പോവുകയാണ് എല്ലാവരും. അമ്മ കിടക്കാൻ പോയി. ജൂലിപ്പെണ്ണ് എന്നെ നോക്കി നിൽക്കണു. ഒരാളവിടെ കാട്ടിൽ നിന്ന് തപ്പിപ്പിടിച്ച് തിന്നുന്നു. ആരാണ്? നമ്മുടെ മിയ്യാക്കുട്ടി ഉണ്ടാവും, ഗോപിക്കുറി. ഗോപിക എന്ന് പേരുടെ സിന്ധു പറഞ്ഞു. ഗോപികക്കുട്ടി ദേ വന്നേക്കണു. അവൾക്ക് ഇപ്പോൾ പേടിയൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടാ. പിന്നെ അവൾ വരാത്തതെന്ന് വെച്ചാൽ ഈ ജൂലിപ്പെണ്ണ് കള്ളിയാണ്. കണ്ടോ, പാത്രമൊക്കെ നക്കുകയാണ്. ഈ ജൂലിപ്പെണ്ണ് അവളെ തട്ടി മാറ്റി മുഴുവൻ കഴിക്കും. പേടിയായിട്ടല്ല അവൾ വരാത്തത് കേട്ടോ. പാവം ആ കുഞ്ഞിന് എന്തെങ്കിലും കൊടുക്കൂ എന്നൊക്കെ എനിക്ക് നേരത്തെ ഒരു വീഡിയോയ്ക്ക് കമൻറ്റ് വന്നിരുന്നു. ആ കുഞ്ഞിന് നല്ലപോലെ കൊടുക്കണ്ടേ. ആ കുഞ്ഞവിടെ ഒളിച്ച് നിൽക്കുക. ആ കുഞ്ഞിനെ അവിടെ കൊണ്ടുവച്ച് കൊടുക്കും ഞാൻ. കാരണം ഇവിടെ കൊടുത്ത് ഈ കള്ളിപ്പെണ്ണ് ജൂലി എന്ന് വിളിക്കുമ്പോഴേക്കും അവൾ ഓടി വരുന്നത് അകത്ത് കയറി പോകണമൊക്കെ. ജൂലി ഇവിടെ വരൂ, അവനോട് തല്ലു പിടിക്കരുത്, അടി കിട്ടും. അവൻ കടിക്കും നിന്നെ, കണ്ണിൽ മാന്തും. മിന്നു കണ്ടനേ നിൻ്റെ കണ്ണിൽ മാന്തും. അമ്മ അവിടെ പോയി കിടന്നു. അവരുടെ വീട്, ഈശ്വര അവരുടെ വീടല്ല കേട്ടോ, അവർ സ്വന്തമാക്കിയ വീട്, വേറെ ആരുടെയോ വീട്. ഇപ്പോൾ അത് അവർ സ്വന്തമാക്കി. ഇനി എന്നാണാവോ അവർ കുടിയിറക്കപ്പെടുക എന്നറിയില്ല. അപ്പോൾ അവർ വേറെ എവിടെയെങ്കിലും സ്ഥലം കണ്ടുപിടിക്കും. പിന്നെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഈ കുട്ടികളെയൊക്കെ സ്റ്റെറിലൈസ് ചെയ്യണം, അതായത് ഇവരുടെ പ്രസവം നിർത്തണം ഈ കുഞ്ഞുങ്ങളുടെ. എനിക്ക് ഇതൊന്നും പറ്റില്ല. പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ സ്വന്തം വീടല്ല, ഞാൻ വാടകയ്ക്കാണ് താമസിക്കണേ. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവരെ കുറേ ദിവസം നമ്മൾ സംരക്ഷിക്കണം, കൂട്ടിലൊക്കെ ഇട്ട് 10 ദിവസത്തോളം, അതിലും കൂടുതൽ സ്റ്റിച്ചൊക്കെ പോണവരെ. അതിനൊന്നും എനിക്ക് സാധിക്കില്ല കേട്ടോ. ഞാൻ എങ്ങനെയൊക്കെയോ ഇവരെ സംരക്ഷിക്കുന്നു, അത്രേ ഉള്ളൂ. രണ്ടുപേരെ ഇത് ചെയ്യാനുള്ള പണം എൻ്റെ കയ്യിലില്ല. അതുമാത്രമല്ല അവരെ സംരക്ഷിക്കാനുള്ള സ്ഥലവും എനിക്ക് സ്വന്തമായിട്ടില്ല. ആഗ്രഹമുണ്ട്, എന്നിട്ട് കാര്യമില്ലല്ലോ. പാവം കുഞ്ഞുങ്ങൾ. അതിന് കഴിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് അവർക്ക് മനസ്സ് തോന്നുവാണെങ്കിൽ അവർ ചെയ്യട്ടെ. അല്ലാതെ ഞാൻ എന്താ പറയുക, എനിക്ക് പറ്റില്ല. അല്ലെങ്കിൽ ആരെങ്കിലും അഡോപ്ഷൻ എടുക്കുമോ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. അതിനുവേണ്ടി നിങ്ങളെൻ്റെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. തൃപ്പൂണിത്തുറ വടക്കേക്കോട്ട മെട്രോ സ്റ്റേഷൻ്റെ അടുത്താണിത്. സെൻറ്റ് ജോസഫ് ചർച്ചിൻ്റെ തൊട്ടടുത്തുള്ള വീട്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഇവരെയൊക്കെ എടുക്കാം. എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കില്ല, അതാണ്.